മാർത്ത, ഇന്നത്തെ നമ്മുടെ യാത്രയുടെ നാവിഗേറ്റർ നീയാണ്. അപ്പൊ എല്ലാം സെറ്റ് ആക്കിക്കോണം. ഓക്കെ കേട്ടല്ലോ റേബ, ഞാനാണ് ഇൻചാർജ്. അതെന്തോന്നാ, ഇവിടെ ആരും ഇല്ലാത്തോണ്ടാ. തമ്മിൽ ഭേദം തൊമ്മൻ. ഓ, നിനക്ക് എങ്ങനെയാ ആ ശൈലി തമ്മിൽ ഭേദം തൊമ്മൻ മലയാളത്തിൽ വന്നതെന്നറിയോ? അത് മലയാളത്തിൽ പണ്ടേ മുതലുള്ളതല്ലേ? അല്ലല്ലല്ല, ഇത് കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഒരു സംഭവത്തെ തുടർന്നാണ് ഉണ്ടായത്. അപ്പോൾ 1957 EMS മന്ത്രിസഭയുടെ കാലഘട്ടത്തിലെ കേരളത്തിന്റെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവായിരുന്നു PT ചാക്കോ. പിന്നീട് R ശങ്കർ മന്ത്രിസഭയിലെ ആഭ്യന്തരമന്ത്രിയാവുകയും ചെയ്തു. പക്ഷേ ഒരു സദാചാര കുറ്റം ആരോപിക്കപ്പെടുകയും അങ്ങനെ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കുകയുമാണ് ചെയ്തത്. അപ്പോൾ PT ചാക്കോനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ അദ്ദേഹത്തിന് പകരം മന്ത്രിയാകുമെന്ന് എല്ലാവരും കരുതിയിരുന്നത് KM ജോർജ് ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തെ തഴഞ്ഞുകൊണ്ട് ആർ ശങ്കർ ആയിരുന്നു മുഖ്യമന്ത്രി. അദ്ദേഹം TA തൊമ്മനെ മന്ത്രിയാക്കുകയുണ്ടായി. ഇതിൽ ക്ഷുഭിതനായ KM ജോർജ് പിന്നീട് PT ചാക്കോയുടെ പക്ഷത്തേക്ക് ചേർന്നു. അപ്പോൾ എന്തുകൊണ്ട് KM ജോർജിനെ മന്ത്രിയാക്കിയില്ല എന്ന ചോദ്യത്തിന് ആർ ശങ്കറിന്റെ മറുപടി ഇതായിരുന്നു: തമ്മിൽ ഭേദം തൊമ്മനെന്ന്. അങ്ങനെ പിന്നീട് ഈ ഡയലോഗ് വളരെ പ്രശസ്തമാവുകയും ഇത് മലയാള ഭാഷയിൽ നിത്യവും ഉപയോഗിക്കുന്ന ഒരു ശൈലിയായി മാറുകയും ചെയ്തു. പിന്നീട് KM ജോർജ് PT ചാക്കോയുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തോട് അനാദരവ് കാട്ടിയെന്ന് പറഞ്ഞ് കോൺഗ്രസ് വിട്ടുപോവുകയും പ്രാദേശിക പാർട്ടിയായിട്ടുള്ള കേരള കോൺഗ്രസ് രൂപീകരിക്കുകയും ചെയ്തു. ഈ കേരള കോൺഗ്രസ് ആണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കോൺഗ്രസ് വിട്ടുപോകുന്ന പ്രാദേശിക പാർട്ടി. അപ്പോൾ ഇതുപോലെയുള്ള രസകരമായ കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുന്നതിനായിട്ട് എൻ്റെ ചാനലിലെ ബാക്കി വീഡിയോകളൊക്കെ കാണണേ. ബൈ.